ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അടുത്ത വീട്ടിലെ പറമ്പിൽ നല്ലപോലെ നെല്ലിക്ക വിളഞ്ഞ് നിൽക്കണ്ടായിരുന്നു മരത്തിൽ. അപ്പോൾ കയ്യെത്തുന്ന ദൂരത്തിലുള്ള നെല്ലിക്ക കുറച്ച് ഞാൻ പറിച്ചെടുത്തു. അപ്പോൾ കണ്ടപ്പോൾ വലിയ ആഗ്രഹം, നെല്ലിക്ക കണ്ട ആരെ പറിക്കാത്തല്ലേ. അപ്പോൾ മുകളിലാണ് ഒരുപാട് നെല്ലിക്കയൊക്കെ നിൽക്കുന്നത്. അപ്പോൾ കയ്യിലുള്ള കുറച്ച് നെല്ലിക്ക നമ്മുടെ കയ്യിലെത്തുന്നത് ഞാൻ പറിച്ചെടുത്തു. അപ്പോൾ ഒരു പിടിയോളം നെല്ലിക്ക കിട്ടി. അപ്പോൾ ഇതുകൊണ്ട് ഒരു വെറൈറ്റി ആയിട്ടൊരു രസം ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു, നെല്ലിക്ക രസം. അപ്പോൾ നെല്ലിക്കയുടെ ഗുണങ്ങളെപ്പറ്റി പറയേണ്ടതില്ലല്ലോ. വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുള്ള നെല്ലിക്ക മുടി വളർച്ചയ്ക്കും പ്രമേഹം തടയുന്നതിനും വിളർച്ചയ്ക്കൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പിന്നെ വളരെ ടേസ്റ്റാണ് നെല്ലിക്ക രസം. പിന്നെ ഭക്ഷണത്തിൽ പുളിയൊന്നും ചേർക്കാൻ പറ്റാത്തവർക്ക് കഴിക്കാൻ പറ്റിയൊരു രസം കൂടിയാണിത്. കാരണം ഇതിൽ പുളി ചേർക്കാറില്ല, നെല്ലിക്കയുടെ പുളിരസം മാത്രമേ ഇതിലുണ്ടാവുള്ളൂ. അപ്പോൾ ഇത് ശരീരത്തിലെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനും ഒക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നെല്ലിക്ക ഏത് രീതിയിൽ കഴിച്ചാലും നമുക്ക് ശരീരത്തിന് വളരെ നല്ലത് തന്നെയാണ്. അപ്പോൾ ഈ നെല്ലിക്ക രസം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നെല്ലിക്ക രസം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 5 നെല്ലിക്കയാണ് എടുത്തിരിക്കുന്നത്. ഒരു പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അപ്പോൾ നെല്ലിക്ക നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അതിനുശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഇഞ്ചിയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ഫൈനായിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് അരച്ചെടുക്കാം. ഇതുപോലെ അരച്ചെടുക്കാം. ഇനി നമുക്ക് അടുപ്പിലൊരു പാൻ വെച്ച് കൊടുക്കാം. പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ 1 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിക്കാം. ഇതിലേക്കൊരു വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കാം, കറിവേപ്പിലയും. ഇനി നമുക്ക് ഫ്ലെയിം താഴ്ത്തി വയ്ക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 1/2 ടീസ്പൂൺ ജീരകപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടി. അപ്പോൾ കായപ്പൊടി വളരെ കുറച്ച് ചേർത്താൽ മതിയാവും. എല്ലാം കൂടി നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. കരിഞ്ഞു പോകരുത്. തീ ഏറ്റവും കുറച്ച് വേണം വയ്ക്കാൻ. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. തക്കാളി നന്നായിട്ട് വഴഞ്ഞു വരുന്നവരെ നമുക്കിത് വേവിച്ചെടുക്കാം. അതിനുശേഷം അരച്ചു വെച്ചിരിക്കുന്ന നെല്ലിക്ക ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 1.5 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് തിളയ്ക്കട്ടെ. പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് തിളച്ച് തുടങ്ങി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നെല്ലിക്കയുടെ ഒരു ചവർപ്പും കുരുമുളക് പൊടിയുടെ ഒരു ഇതും എല്ലാം കൂടെ ഇത് നല്ലൊരു വെറൈറ്റി ഒരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ നന്നായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കണം. താങ്ക് യു.